ഇനി നമുക്ക് ഗെനറ്റീവ് കേസ് നോക്കാം. ഗെനറ്റീവ് കേസ് മെയിനായിട്ടും ഡിനോട്ട് ചെയ്യുന്നത് ഒരു പൊസഷനെയോ ഒരു ബിലോങ്ങിങ്സിനെയോ ആയിരിക്കും. അതിൻ്റെ ബെസ്റ്റ് ഇംറ്റ് ആർട്ടിക്കിൾ എങ്ങനെ വരുമെന്ന് നോക്കാം. മസ്കുലിൻ വരുമ്പോൾ ദസ് പ്ലസ് എസ് ഓർ ഇ എസ്, ഫെമിനിൻ വരുമ്പോൾ ദർ, ന്യൂട്രൽ വരുമ്പോൾ ദസ് പ്ലസ് എസ് ഓർ ഇ എസ്, പ്ലൂരൽ വരുമ്പോൾ ദർ. എസ് ഓർ ഇ എസിൻ്റെ കേസ് നമുക്ക് പറയാവേ. ഇതിൻ്റെ തന്നെ ബെസ്റ്റ് ഇംറ്റ് ആർട്ടിക്കിൾ എങ്ങനെ വരും നോക്കാം. മസ്കുലിൻ്റെ കേസിൽ ഐനസ് പ്ലസ് എസ് ഓർ ഇ എസ്, ഫെമിനിൻ ഐനർ, ന്യൂട്രൽ ഐനസ് പ്ലസ് എസ് ഓർ ഇ എസ്, ഓണ്ട് പ്ലൂരലിൽ ആ കേസിലൊന്നും വരില്ല. ഓക്കെ, ഇവിടെ ബെസ്റ്റ് ഇംറ്റ് ആർട്ടിക്കിളിലായാലും ബെസ്റ്റ് ഇംറ്റ് ആർട്ടിക്കിളിലായാലും മസ്കുലിനിലും ന്യൂട്രലിലും എങ്ങനെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദസ് ഹൗസിൻ്റെ കൂടെ നമ്മൾ ഇ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. കാരണം ഹൗസ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഒരു വവ്വൽ സൗണ്ടേ വരുന്നുള്ളൂ, എ യു, അപ്പോൾ ഉ അങ്ങനെ. അപ്പോൾ ദസ് ഹൗസസ് ആഡ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ലുക്ക് ഫോർ വൺ സൗണ്ട് ഓഫ് വവ്വൽ. ഒരു സൗണ്ട് ആണെങ്കിൽ ഇ എസ്. ഇനി ദസ് ഔട്ടോയിൽ ഔ ടോ, അവിടെ 2 വവ്വൽ സൗണ്ട്സ് ആണ് വരുന്നത്. അപ്പോൾ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ വേർഡ്സ് ലെറ്റേഴ്സ് അല്ല നോക്കേണ്ടത്, പ്രൊനൗൺസിയേഷനിൽ എത്ര വവ്വൽ സൗണ്ട്സ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരെണ്ണമാണ് വരുന്നതെങ്കിൽ ഇ എസ് ആഡ് ചെയ്യുക, 2 എണ്ണമാണ് വരുന്നതെങ്കിൽ എസ് ആഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഓൾസോ സപ്പോർട്ട് അവർ ചാനൽ. ബൈ.